ഇന്നത്തെ കറിക്ക് നല്ല അടിപൊളി ഞണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ ഞണ്ടാണ് കേട്ടോ. അതെല്ലാം ഇനി നല്ല നല്ല വൃത്തിക്ക് മുറിച്ചെടുത്തിട്ട് കഴുകി എടുക്കണേ. അതിൻ്റെ കാലെല്ലാം കണ്ട എല്ലാം നല്ല വൃത്തിക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ തെറച്ചിൽ നമുക്ക് കടിച്ച് കടിച്ച് തിന്നാട്ട. അപ്പോൾ അല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും കറിവേപ്പിലയും വറുത്തയിലേക്ക് നല്ല കരിഞ്ഞു പോവാണ്ട് മല്ലിപ്പൊടി മുളക് പൊടിയെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് വറുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് തക്കാളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ആ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട ഞണ്ടിലേക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കഷ്ണങ്ങൾ. പിന്നെ ഇതാ ഈ വെളുത്തുള്ളി അതിലേക്ക് ചേർത്തിട്ടാണ് ഞാൻ അരക്കുന്നത് കേട്ടോ. ആ വറുത്ത് വെച്ച അരവ് അപ്പോൾ അരച്ചതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയുടെ ജാറ് കഴുകി ഒന്നും കൂടി വെള്ളമെല്ലാം അതിന് കണക്കായി ഒഴിച്ചിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഞാൻ ചട്ടിയിൽ വിറകടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിലാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുറേ നേരം വൈകിട്ടാ. അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് തന്നെ വെച്ച് ചോറ് നേരത്തെ വാർത്തിന് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ ഒന്നുകൂടി ഇളക്കിയെല്ലാം നോക്കിയിട്ട് നമുക്ക് ചെറിയ തീയാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ ഞണ്ടെല്ലാം വെന്ത് അടിപൊളിയാകുമ്പോൾ നമുക്ക് കുഞ്ഞുള്ളി കുറച്ച് അരിഞ്ഞെടുത്തിട്ട് കറിവേപ്പിലയായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല മണലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് കുറുകിയിട്ട് വറ്റിയിട്ട് അടിപൊളി ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉപ്പെല്ലാം നോക്കിയതിന് കറക്റ്റ് തന്നെ. ഇല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ കണ്ട നല്ല കുഞ്ഞുള്ളിയുടെ മണം കൂടി ആകുമ്പോൾ അല്ലേ വറുത്തതിൻ്റെ സൂപ്പർ ഞണ്ട് കറി റെഡി. പിന്നെ അതിന് പകരമായിട്ട് പുളിശ്ശേരിയാണ് കേട്ടോ. ഒരു വഴുതനങ്ങ ഉണ്ടായിന് അതും തക്കാളിയും കൂടി ഇട്ടിട്ട്